ഹലോ ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം. തമിഴ് ചിത്രമായ കാന്ത ഇറങ്ങാൻ ഇനി 2 ദിനങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. വേഫെയർ ഫിലിംസും സ്പിരിറ്റ് മീഡിയയും ചേർന്നിറക്കുന്ന ദുൽഖർ സൽമാൻ നായകനായി ഇറങ്ങുന്ന ചിത്രമാണ് കാന്ത. ഇതിനോടകം തന്നെ ഇതിൻ്റെ പല അപ്ഡേറ്റുകളും പ്രകമ്പനം സൃഷ്ടിക്കുക തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ചെയ്തത്. എന്തിന് ട്രെയിലർ കാണുമ്പോൾ പോലും ആളുകൾക്ക് തിയേറ്ററിലേക്ക് ഇടിച്ച് കയറാനുള്ള ആ ഒരു ആവേശം തോന്നിക്കുന്നു. സിനിമയ്ക്ക് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. നിങ്ങളുടെ കട്ട സപ്പോർട്ട് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ 65,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുന്നതായിരിക്കും. കാന്തയുടെ USA-യും അതേപോലെ തന്നെ USA-യിൽ നിന്നുള്ള തമിഴ്, തെലുങ്ക് ഭാഷകളിലുള്ള തിയേറ്റർ ലിസ്റ്റുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഏകദേശം 150-ന് മുകളിലുള്ള തിയേറ്ററുകളാണ് തമിഴിൽ മാത്രമായിട്ട് സിനിമയ്ക്ക് ചാർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 110-ന് മുകളിലുള്ള തിയേറ്ററുകളാണ് USA-യിൽ തെലുങ്ക് വേർഷന് മാത്രമായി ചാർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. എന്താണ് മികച്ച രീതിയിലുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ തന്നെയാണ് അവിടെ നടന്നിരിക്കുന്നത്. USA-യിൽ ഹംസിനി എൻ്റർടൈൻമെൻറ്റ്സ് ആണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പിക്കാം, അവിടുത്തെ മിക്ക വമ്പൻ തിയേറ്ററുകളിലുമാണ് ഈ ഒരു സിനിമ എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, കേരളത്തിന് പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കുള്ള ആ ഒരു വ്യത്യാസം. ദുൽഖർ സൽമാൻ്റെ സമീപകാലത്തെ സിനിമകളെല്ലാം തന്നെ അങ്ങനെ തന്നെയാണ്. തമിഴിലാണെങ്കിലും തെലുങ്കിലാണെങ്കിലും വമ്പൻ ഭീകര ഹിറ്റുകൾ തൂക്കിയ ചിത്രങ്ങൾ തന്നെയാണ്. ഒരു എവർഗ്രീൻ ക്ലാസിക് സിനിമകൾ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒട്ടുമിക്ക ചിത്രങ്ങളും തമിഴിലും തെലുങ്കിലും അവർ കാണുന്നത്. ആ റേഞ്ചിൽ തന്നെ ഇപ്പോഴും നമുക്കറിയാം, ലക്കി ഭാസ്കർ പോലെയുള്ള ചിത്രത്തിന് വമ്പൻ സ്വീകാര്യത തന്നെയാണ് നമുക്ക് TV-യിലുമൊക്കെ കാണാൻ കഴിയുന്നത്. മലയാളത്തിൽ പോലും ആ റേഞ്ചിലേക്ക് തന്നെയാണ് പോകുന്നത്. കേരളത്തിലും സിനിമയുടെ ബുക്കിങ്ങും കാര്യങ്ങളുമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തമിഴിലും തെലുങ്കിലും കർണാടകത്തിലുമൊക്കെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രീസെയിൽ കളക്ഷനെ കുറിച്ചുള്ള അപ്ഡേറ്റുകൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഇന്നലെ ആണ് സിനിമയുടെ വൈകുന്നേരത്തോടെയാണ് ഇതിൻ്റെ ബുക്കിങ്ങും കാര്യങ്ങളുമൊക്കെ സ്റ്റാർട്ടായിട്ടുള്ളത്. എന്തായാലും ഈ ഒരു സിനിമ ദുൽഖറിൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച സിനിമയായിരിക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇതുകൂടാതെ സിനിമയ്ക്ക് എതിരെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളുമൊക്കെ വരുന്നുണ്ട്. മദ്രാസ് ഹൈക്കോടതിയിൽ സിനിമയ്ക്കെതിരെ അത് നിർത്തണമെന്നുള്ള രീതിയിൽ ഒരു കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള വീഡിയോയുമൊക്കെ ആയിട്ട് നമുക്ക് വരാം. എന്താണെങ്കിലും സിനിമ റിലീസ് 14-നുണ്ട്. അതിൻ്റെ ഒരു ഹിയറിംഗ് നടക്കുന്നത് 18-ാം തീയതിയാണ് എന്നുള്ളതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. എന്താണെങ്കിലും തമിഴിലെ ഏറ്റവും വലിയ സൂപ്പർ താരമായ ത്യാഗരാജ ഭാഗവതരെക്കുറിച്ചുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ അനുമതി തേടിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അവരുടെ ഫാമിലിയുമായിട്ടുള്ളത്. അതാണ് അതിൻ്റെ പിന്നിൽ നടക്കുന്ന കാര്യങ്ങൾ. അതേപോലെ അദ്ദേഹത്തിനെ അപകീർത്തിപ്പെടുത്താനുള്ള രംഗങ്ങളുണ്ട് എന്നുള്ളതൊക്കെയാണ് അതിനകത്തിൽ കാണുന്നത്. എന്തായാലും കാത്തിരിക്കാം. സിനിമ എന്തായാലും ഒരു വമ്പൻ സംഭവം തന്നെ ആയിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. 1950 കാലഘട്ടത്തിനെ മികച്ച രീതിയിൽ ചിത്രീകരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ സിനിമയുടെ പ്രത്യേകത. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്യണം. ഗ്രേ മീഡിയാസ്.